നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുന്നിലാണുള്ളത്. ജനത അതിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രോഡക്റ്റുകളാണ് നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു വർഷം മുമ്പ് ലോഞ്ച് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റായിരുന്നു അവരുടെ ഐസി മൂൺ എന്ന് പറയുന്ന ഐസ്ക്രീം. അത് അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അവരുടെ സ്വന്തം പ്ലാന്റിൽ നിന്നായിരുന്നില്ല. എന്നാൽ ഇന്ന് 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവരൊരു അത്യാധുനിക സംവിധാനത്തോടുകൂടി ഒരു ഐസ്ക്രീം പ്ലാന്റ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. ആ ചടങ്ങിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സഹകരണ മേഖലയിലെ വിവിധ വ്യക്തിത്വങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കും ദൃശ്യങ്ങളിലേക്കും ശരിക്കൊക്കെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഞാൻ പറയുകയായിരുന്നു, ഈ ഓരോരുത്തരെ സ്വാഗതം പറയുമ്പോൾ ഈ പൂവ് തരുന്നതിന് പോലെ ഐസ്ക്രീം തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ കിട്ടില്ലാണ് വിചാരിച്ചത്. ഞാനിപ്പോൾ ഐസ്ക്രീം കഴിക്കില്ല, നിർത്തി. വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മളിത്. ഒരു നാടിൻ്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ജനത. വെള്ളൂർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ബദൽ. വെള്ളൂരിലെ ക്ഷീര കർഷകരുടെ പാല് സംഭരിക്കുവാൻ മാർഗമില്ലാതിരുന്ന കാലത്തിന് ബദൽ എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. ക്ഷീരസംഭരണം മാത്രമല്ല, സംസ്കരണവും വിപണനവും ഈ ബദൽ സംരംഭത്തെ ഏറെ ശക്തിപ്പെടുത്തി. അതാണ് ജനതയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പയ്യന്നൂരിലെ, വെള്ളൂരിലെ പുരോഗമന പ്രസ്ഥാനം ഈ നാടിനെ കൂടെ നിർത്തി വളർത്തിയെടുത്ത സ്ഥാപനമാണ് ജനത എന്നുള്ളത് നമുക്കറിയാം. 50 ലിറ്റർ പാലിൽ നിന്നും 50,000 ലിറ്റർ പാല് കൈകാര്യം ചെയ്യുന്ന കാർഷിക സംരംഭമായി ജനത വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. 80 ജീവനക്കാർ, 2000 ക്ഷീര കർഷകർ, 5500 പാൽ വിൽപ്പന ഏജന്റുമാർ, ഇങ്ങനെ ഈ വലിയ ശൃംഖലയുടെ ഭാഗമായി നിരവധി പേർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ നേട്ടം. വഴികളിലൂടെ പോകണമെന്നുള്ളത് വേറെ മനസ്സിലായി. നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വൈവിധ്യമാർന്ന ഇടപെടലുകൾ നടത്തി രാജ്യത്തെ ഏതൊരു സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ എടുത്തു പരിശോധിച്ചാൽ
ഒരിക്കലും നാം എത്തിപ്പെടും. കേരളത്തിൽ മുന്നോട്ട് പോകും. കാർഷിക മേഖല, വ്യാവസായിക മേഖല, IT തുടങ്ങി നിർമ്മാണ ഉൽപാദന മേഖലകളിൽ, ഉൽപ്പന്ന മേഖലകളിലൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ സ്ഥാപനമായത് മാറി എന്നുള്ളതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുമ്പോഴാണ് ഏതൊരു സ്ഥാപനവും പടർന്നു പന്തലിക്കുന്നവർക്ക് മാന്യമായ നിലയിലുള്ള തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ജനത ഈ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു സ്ഥാപനമാണ്. 100 കോടി വാർഷിക വിറ്റുവരവിലേക്ക് ജനത മുന്നേറി എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. 60 വയസ്സ് തികഞ്ഞ ക്ഷീര കർഷകർക്ക് സൊസൈറ്റി സ്വന്തം നിലയിൽ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. ശേഖരിക്കുന്ന മുഴുവൻ പാലിനും ലിറ്ററിന് 2 രൂപ പ്രകാരം ഇൻസെന്റീവ് നൽകുന്നു.